ഈ പകൽ അവസാനിക്കുമ്പോഴും ആ പൊളിറ്റിക്കൽ സസ്പെൻസിന് വിരാമമാകുന്നില്ല. കേരള മുഖ്യമന്ത്രി ആരെന്നറിയാനുള്ള സസ്പെൻസ് തുടരുന്നു. ദില്ലിയിൽ രാഹുൽ ഗാന്ധിയുടെയും മല്ലികാർജുൻ ഖർഗെയുടെയും നേതൃത്വത്തിൽ നടന്ന 3 മണിക്കൂർ ചർച്ചയിൽ തീരുമാനമായില്ല. സമയമുണ്ടെന്നും തീരുമാനം ഹൈക്കമാൻഡ് അറിയിക്കുമെന്നും ചർച്ചയ്ക്ക് ശേഷം ദീപാദാസ് മുൻഷി പ്രതികരിച്ചു. Very soon, I think in due time, we will get the final decision by our High Command, and we are waiting for that. Due time is 23rd is the last day. So due time means due course of action should be taken on due time. No final decision has to be taken by the High Command. That is what one line resolution all the MLAs have signed and Madam, what is the restraint point in taking a decision, final decision? that we can't say. This is the final decision of our High Command. Who will take the decision? Okay, thank you. Kharge ji and Rahul. ഇനി ചർച്ചയില്ല, പ്രഖ്യാപനം മാത്രമാണെന്ന് നേതാക്കൾ വ്യക്തമാക്കി. മുഖ്യമന്ത്രി തർക്കത്തിൽ രൂക്ഷ വിമർശനമാണ് രാഹുൽ ഗാന്ധി ഉന്നയിച്ചത്. പ്രവർത്തകർ തെരുവിലിറങ്ങിയത് ശരിയായില്ല, എല്ലാവരെയും പറഞ്ഞ് ബോധ്യപ്പെടുത്തണമെന്നും നേതാക്കൾക്ക് രാഹുൽ ഗാന്ധി പ്രത്യേക നിർദ്ദേശം നൽകി. രാഹുലിന്റെ നിർദ്ദേശപ്രകാരമാണ് നേതാക്കൾ മാധ്യമങ്ങളെ കണ്ടത്. തെരുവിലെ യുദ്ധം അവസാനിപ്പിക്കണമെന്ന് VD സതീശനും KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയും ആവശ്യപ്പെട്ടു. പാർട്ടിയാണ് ഞങ്ങൾക്ക് എല്ലാത്തിനും പരമപ്രധാനം, ജനങ്ങളാണ് പരമപ്രധാനം. എൻ്റെ പേരിലോ അല്ലെങ്കിൽ MSCയുടെ പേരിലോ സതീഷിൻ്റെ പേരിലോ ആരെങ്കിലും വ്യക്തിപരമായിട്ട് ഇഷ്ടപ്പെടുന്നതിനൊന്നും തെറ്റില്ല. പക്ഷേ മറ്റുള്ളവരെ മോശമാക്കാനോ അല്ലെങ്കിൽ ബോർഡ് വെക്കാനും പ്രകടനം നടത്താനോ ഒക്കെ പോകുന്നത് ഇനി മുതൽ അവസാനിപ്പിക്കണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു. എല്ലാ UDF പ്രവർത്തകരോടും ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു, ഇന്നു മുതൽ അത്തരം ഒരു പ്രവർത്തികളും ചെയ്യരുത്. സംസ്ഥാനത്ത് വെച്ചിരിക്കുന്ന എല്ലാ ഫ്ലെക്സ് ബോർഡുകളും പറ്റുമെങ്കിൽ ഇന്ന് രാത്രി തന്നെ നീക്കം ചെയ്യണം. നാളത്തേക്ക് അത് ഉണ്ടാകരുത്. ഇനി ഒരു സ്ഥലത്തും ഒരു പ്രകടനം പോലും നടത്തരുത് എന്ന് ഞങ്ങൾ വിനയപൂർവ്വം ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. നേതാക്കന്മാരെ സ്നേഹിക്കാനും നേതാക്കന്മാരുടെ താല്പര്യം പ്രകടിപ്പിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. എല്ലാ പാർട്ടി പ്രവർത്തകരും നേതാക്കളും ഇന്നു മുതൽ വെച്ചിട്ടുള്ള ബോർഡുകൾ എടുത്തു മാറ്റുകയും അതോടൊപ്പം തന്നെ ചെറുതും വലുതുമായിട്ടുള്ള പ്രകടനങ്ങളോ ജാഥകളോ ഒന്നും നടത്താതിരിക്കുകയും കോൺഗ്രസ് ഹൈക്കമാൻഡ് എടുക്കുന്ന എല്ലാ തീരുമാനത്തോടൊപ്പം ഉറച്ചു നിൽക്കുകയും ചെയ്യണമെന്നാണ് എനിക്ക് അഭിപ്രായപ്പെടാറുള്ളത്. മുഖ്യമന്ത്രി പ്രഖ്യാപനത്തിന് മുൻപ് ഘടകകക്ഷികളുമായി ഹൈക്കമാൻഡ് ആശയവിനിമയം നടത്തിയേക്കും. പാർട്ടിക്കകത്തുള്ള ഐക്യം മുന്നണിയിലും ഉണ്ടാക്കാൻ വേണ്ടിയായിരിക്കും അത്. റോഷിപാൽ, നോബൽ മാരിക്കാരൻ, ആദിൽ പാലോ ഡൽഹിയിൽ നിന്ന് എല്ലാവരും ചേരുന്നു തത്സമയം. ആദ്യം റോഷിപാലിലേക്ക്. റോഷിപാൽ, 3 മണിക്കൂർ നീണ്ട ചർച്ചയ്ക്കൊടുവിലും ആ ഒറ്റപ്പേരിലെത്താനാകാതെ ബുദ്ധിമുട്ടുകയാണോ, വലയുകയാണോ ഹൈക്കമാൻഡ്? അരുൺകുമാർ, ഈ തവണ ഹൈക്കമാൻഡിനെ സംബന്ധിച്ചിടത്തോളം നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കുന്നത് കീറാമുട്ടിയായി മാറിയതിന്റെ കാരണം പ്രധാനപ്പെട്ട പരിചയസമ്പന്നരായ മുതിർന്ന 3 നേതാക്കൾ ഈ പദവിയിലേക്ക് അവർ ചരടുവലി സജീവമാക്കിയതാണ്. 3 പേരെയും വിളിച്ച് വളരെ വിശദമായി സംസാരിച്ചതിനു ശേഷം എല്ലാം ഹൈക്കമാൻഡ് തീരുമാനിക്കുമെന്ന് പറഞ്ഞാണ് അവരെ പുറത്തേക്ക് അയച്ചത്. ഏതായാലും അതിൽ ആരാകും മുഖ്യമന്ത്രി എന്നത് അറിയാൻ വേണ്ടിയാണ് രാഷ്ട്രീയ കേരളം പോലും കാത്തിരിക്കുന്നത്. കാരണം 102 സീറ്റാണ് ഈ തവണ UDFന് ലഭിച്ചത്. ഒരുപക്ഷെ ചരിത്രത്തിൽ രണ്ടാമതാണ് ഇതുപോലെ സീറ്റ് UDFന് ലഭിക്കുന്നത്. 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് UDF സംസ്ഥാനത്ത് അധികാരത്തിലേക്ക് എത്തുന്നത്. ഏതായാലും രാഹുൽ ഗാന്ധിയും മല്ലികാർജുൻ ഖാർഗെയും ഇത്രയേറെ സമയം ഒരുപക്ഷെ ഒരു സംസ്ഥാനത്തെയും നിയമസഭാ കക്ഷി നേതാവിനെ തിരഞ്ഞെടുക്കാൻ ഒരുമിച്ച് ചിലവഴിച്ചിട്ടുണ്ടാകില്ല. അവിടെ നിരീക്ഷകരുണ്ടായിരുന്നു, ദീപാദാസ് മുൻഷി ഉണ്ടായിരുന്നു. എല്ലാവരുടെയും ഭാഗങ്ങൾ, അത് വ്യക്തിപരമായി അവരുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളടക്കം അവിടെ കേട്ടു, പരിഗണിച്ചു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഹൈക്കമാൻഡ് ആർക്ക് മുന്നിലും മുട്ടുമടക്കില്ല എന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ സൂചനയാണ് നേതാക്കൾ ഫ്ലക്സുകൾ മാറ്റാൻ പ്രവർത്തകർക്ക്, അനുയായികൾക്ക് നിർദ്ദേശം നൽകിയതിലൂടെ മനസ്സിലായത്. ആദ്യം മുതൽ തന്നെ അച്ചടക്ക ലംഘനം വെച്ചു ഉറപ്പിക്കില്ലെന്ന് പറഞ്ഞിരുന്നു. ആ ചർച്ചയിൽ കടുത്ത രീതിയിലുള്ള വിമർശനം നേതാക്കൾക്കെതിരെ ഹൈക്കമാൻഡിന്റെ ഭാഗത്ത് ഉണ്ടായി എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇനി ആരെയായിരിക്കും മല്ലികാർജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായി തീരുമാനിക്കുക എന്നതാണ് അറിയേണ്ടത്. ഒരുപക്ഷെ നാളെയോ മറ്റന്നാളോ ആ തീരുമാനം ഉണ്ടായേക്കാം. കാരണം വലിയ രീതിയിൽ സംസ്ഥാനത്ത് വിഭാഗീയത ഉണ്ടായി, പ്രവർത്തകർ തമ്മിൽ തർക്കങ്ങൾ ഉണ്ടാകുന്നു. അങ്ങനെ ഒരു സംഘർഷഭരിതമായ അന്തരീക്ഷം കേരളത്തിലുണ്ട്. അത് പൂർണ്ണമായി ഇല്ലാതാക്കി സമാധാനപരമായ സാഹചര്യം ഉണ്ടാക്കുന്നു. പ്രവർത്തകർ തമ്മിൽ സ്നേഹവും ഐക്യവും സൃഷ്ടിക്കുക, ഇതിന് നിലമൊരുക്കാനുള്ള ഒരു ശ്രമം ഹൈക്കമാൻഡിന്റെ ഭാഗത്തുണ്ടായി. അതിൽ ആദ്യഘട്ടത്തിൽ വിജയിച്ചു. കാരണം നേതാക്കൾ എല്ലാവരും ഒരുമിച്ച് നിന്ന് ഇനി പ്രതികരിക്കാൻ പാടില്ല, ബോർഡുകൾ വെക്കാൻ പാടില്ല, എടുത്തു മാറ്റണം എന്ന നിർദ്ദേശം നൽകി. അതോടുകൂടി സംസ്ഥാനത്തിന് ആരെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചാലും ഒരു പ്രതികരണവും ഉണ്ടാകില്ല എന്ന് ഹൈക്കമാൻഡ് ഉറപ്പിക്കുകയാണ് ചെയ്തത്. ഇനി അതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും ഹൈക്കമാൻഡ് അവർ തീരുമാനിച്ച നേതാവിനെ നിയമസഭാ കക്ഷിയിൽ ചുമതല ഏൽപ്പിക്കാൻ കഴിയും എന്നതാണ് പ്രത്യേകത. കാരണം ഇനി പ്രഖ്യാപിച്ചാൽ ഒരു പ്രതിഷേധവും ഉണ്ടാകില്ല, സാമൂഹ്യ മാധ്യമത്തിൽ ഉണ്ടാവില്ല,
ബോർഡുകൾ ഉണ്ടാവില്ല, പ്രതിഷേധ പ്രകടനങ്ങൾ ഉണ്ടാകില്ല. അതാണ് ഹൈക്കമാൻഡിന്റെ ഏറ്റവും വലിയ ആത്മവിശ്വാസവും. ഹൈക്കമാൻഡ് ഇവിടെയും വിജയിച്ചു. ഹൈക്കമാൻഡ് എന്താണോ ഹൈക്കമാൻഡിന്റെ നിലപാട്, ആ നിലപാട് അവർ കൃത്യമായി നേതാക്കളോട് പറഞ്ഞു. ഒരു ഘട്ടത്തിലും ഒരു നേതാവിന് മുന്നിലും മുട്ടുമടക്കിയ ചരിത്രം കോൺഗ്രസ് ഹൈക്കമാൻഡില്ല. അത് ഇവിടെ ആവർത്തിക്കുകയായിരുന്നു. അത് വി ഡി സതീശനെ കൊണ്ട് തന്നെ തിരുത്തിച്ചു. കാരണം വി ഡി സതീശന് അനുകൂലമായ പ്രകടനങ്ങളാണ് ഏറ്റവും കൂടുതൽ സംസ്ഥാനത്തുണ്ടായത്. വി ഡി സതീശനെ കൊണ്ട് തിരുത്തിക്കുന്നു. ഫ്ലെക്സ് ബോർഡ് വേണ്ട, എല്ലാം മാറ്റാൻ പറയുന്നു, പ്രകടനം വേണ്ട. അങ്ങനെ തീരുമാനം ഒരുപക്ഷെ നാളെയോ മറ്റന്നാളോ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കാൻ കഴിയുന്നത്. ഓക്കെ, റോഷി തുടരണം. നമുക്കിപ്പോൾ നോബൽ മാരിക്കാരൻ കൂടിയുണ്ട്. നോബൽ മാരിക്കാരൻ, ഇന്ന് 2-2.5 മണിക്കൂർ സമയമാണ് മല്ലികാർജ്ജുൻ ഖർഗെയുടെ വസതിയിൽ രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യത്തിൽ നിരീക്ഷകർക്കൊപ്പം ഇപ്പോൾ ചർച്ചകൾ നടന്നത്. ആ ചർച്ചകൾക്കൊടുവിലും തീരുമാനമാകാതെ ഒരൊറ്റ കാര്യം മാത്രം നിങ്ങൾ പോയി പറയൂ ആദ്യം എന്നാണോ രാഹുൽ ഗാന്ധി പറഞ്ഞത്? ആദ്യം ആ ഫ്ലെക്സ് ബോർഡുകളൊക്കെ എടുത്തു മാറ്റൂ, പ്രതിഷേധ പ്രകടനങ്ങൾ ഒഴിവാക്കൂ, ആദ്യം അച്ചടക്കം പാലിച്ചു വരൂ, പിന്നെയാകാം പ്രഖ്യാപനം എന്ന മെസ്സേജാണോ ഇന്ന് ഹൈക്കമാൻഡ് കൊടുത്തത് നേതാക്കൾക്ക്? നോബൽ മാരിക്കാരൻ. അരുൺ, ഇന്ന് ഹൈക്കമാൻഡിന്റെ ഭാഗത്ത് നിന്ന് രാഹുൽ ഗാന്ധി കർശനമായ നിർദ്ദേശം തന്നെയാണ് നേതാക്കൾക്ക് നൽകിയിരിക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ തെരുവിൽ ഉണ്ടായ പ്രതിഷേധങ്ങൾ അടക്കമുള്ള കാര്യങ്ങളിൽ വലിയ വിമർശനം രാഹുൽ ഗാന്ധിയുടെ ഭാഗത്ത് നിന്ന്, രൂക്ഷ വിമർശനം എന്ന് തന്നെ വേണം പറയാൻ. കാരണം എന്തിനാണ് കാര്യങ്ങൾ ഇത്രയധികം കൊണ്ടെത്തിച്ചത് എന്ന ചോദ്യം അടക്കം രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തുണ്ടായി. തെരുവിൽ ഈ പ്രശ്നങ്ങൾ എത്താതെ പരിഹരിക്കാനുള്ള ഉത്തരവാദിത്ത നേതാക്കൾക്കുണ്ടായിരുന്നു. ആദ്യം ആ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള നിർദ്ദേശമാണ് രാഹുൽ ഗാന്ധി നൽകിയത്. അതിന്റെ ഭാഗമായാണ് നേതാക്കൾ 3 പേരും നിരന്നു നിന്ന് കൃത്യമായി തന്നെ മാധ്യമങ്ങളെ കണ്ടുകൊണ്ട് കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്ത് അതിന് പിന്നാലെ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കേരളം അടക്കമുള്ള എല്ലായിടങ്ങളിൽ നിന്ന് ഫ്ലെക്സുകളൊക്കെ എടുത്ത് മാറ്റുന്നത് നമ്മൾ കണ്ടു. അതായത് സമവായത്തിലേക്ക് എത്താൻ ഇന്നത്തെ ചർച്ചകളിലേക്ക് കഴിഞ്ഞില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഇന്നിപ്പോൾ ചർച്ചകൾ ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയും. ഇവിടെ ഒരു ഫ്ലെക്സ്, ഓക്കെ, അസോസിയേഷൻ ഫ്ലെക്സ് ആണ്. 3 നേതാക്കൾ, എല്ലാ നേതാക്കളുടെയും ചിത്രങ്ങളുണ്ട്. ഏതാണെങ്കിലും ഫ്ലെക്സുകൾ പലയിടത്തും എടുത്തു മാറ്റാനൊക്കെ നേതാക്കൾ കൃത്യമായി നിർദ്ദേശം നൽകുന്ന സാഹചര്യം എന്താണെങ്കിലും ഉണ്ടായിട്ടുണ്ട്. കൃത്യമായി തന്നെ അത് രാഹുൽ ഗാന്ധി നിർദ്ദേശപ്രകാരമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ പ്രതിഷേധങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ വഷളാക്കിയെന്ന് രാഹുൽ ഗാന്ധി നിരീക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ അടിസ്ഥാനത്തിൽ നിലവിലത്തെ ഒരു സാഹചര്യത്തിൽ മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുക അപ്രായോഗികമാണ് എന്നുകൂടി രാഹുൽ ഗാന്ധി നേതാക്കളെ അറിയിക്കുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിലാണ് മല്ലികാർജ്ജുൻ ഖർഗെ രാഹുൽ ഗാന്ധി പിന്നീട് ചർച്ചകൾ നടത്തി ഈ പ്രഖ്യാപനം ഉണ്ടാകും എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്താണെങ്കിലും ഒറ്റ പേരിലേക്ക് എത്താൻ കഴിഞ്ഞില്ല എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് 3 നേതാക്കളും അവകാശവാദങ്ങൾ ഇന്ന് ശക്തമായി തന്നെ ഉന്നയിച്ചു. ആ പശ്ചാത്തലത്തിലാണ് ഇന്നിപ്പോൾ ഒറ്റ പേരിലേക്ക് എത്താൻ കഴിയാതെ ഈ ചർച്ചകൾ വഴിമുട്ടിയത്. ഇനിയിപ്പോൾ വരും ദിവസങ്ങളിൽ പ്രഖ്യാപനം ഉണ്ടാകുമ്പോൾ നേതാക്കൾ എന്താണെങ്കിലും ഒറ്റക്കെട്ടായി അംഗീകരിക്കേണ്ടി വരും. അതിന്റെ സന്ദേശമാണ് ഇന്ന് നേതാക്കൾ നിരന്നു നിന്ന് ബൈറ്റായി നൽകി നിലവിൽ ഒരു പ്രശ്നവും ഞങ്ങൾ തമ്മിലില്ല എന്ന് വ്യക്തമാക്കുന്ന പ്രവർത്തകരടക്കം എല്ലാവരും പിന്തുണ അറിയിച്ചുകൊണ്ട്, ഒപ്പം എല്ലാവരും നേതാക്കൾ കൃത്യമായി തന്നെ എല്ലാവരും വലിയ സമാധാനത്തോടെ മറ്റു പ്രശ്നങ്ങളെ പോകണം സന്ദേശം നൽകുകയും ചെയ്ത്. അരുൺ, ഓക്കെ.